സ്നേഹമുള്ളവരെ, ഒരു പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടുവാൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം ധന്യമായി. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് 97 പ്രത്യേകമായി ഞാൻ പരാമർശിച്ചത് ജീവിതത്തിലുണ്ടാവുന്ന സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡും. സ്നേഹമുള്ളവരെ, സന്തോഷം ആഗ്രഹിക്കാത്ത ജീവിതങ്ങളില്ല. ഈ എത്ര ദുഃഖത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് നമ്മൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഇനി ദൈവത്തോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഈ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എന്താ? ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് വിശുദ്ധ ലിഖിതങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴാണ് എങ്ങനെയാണ് ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുക. ഇനി നമ്മുടെയൊക്കെ ജീവിതം വലിയ സന്തോഷത്തോടെ പോകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആനന്ദത്തോടെ ജോലി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ജോലിയില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യുവാനായിട്ട് സാധ്യമല്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സമയമായിരിക്കാം ഈ ടോക്ക് കേൾക്കുക. അല്ലെങ്കിൽ വളരെ ചുരുക്കം പേര് മാത്രമേ ഫ്രീ മൈൻഡോട് കൂടെ ചിലപ്പോൾ കേൾക്കാറുള്ളൂ. കാരണം എന്താ? ഇത് രണ്ടും മുമ്പോട്ട് പോകണം. സ്നേഹമുള്ളവരെ, ഓരോ ജോലിയിലും അതിൻ്റേതായ സ്ട്രെസ്സുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലിയെ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ് ആ ജോലിയിലുണ്ടാവുക, സർവോപരി ജോലി ചെയ്യുന്ന നമ്മിലുണ്ടാവുക. എൻ്റെ സുഹൃത്തായ ഒരു വൈദികനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വിദേശ രാജ്യത്തായിരുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസങ്ങളിൽ, തിങ്കളാഴ്ചയാണ് അവർക്ക് ഓഫ് കിട്ടുക. ആ സമയത്ത് ഒരുമിച്ച് കൂടാനായിട്ട് ആ വൈദികനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തൊട്ടടുത്തുള്ള പാരീഷിലുള്ള വൈദികരൊക്കെ വരും. ഞാൻ ഈ വൈദികനിൽ കണ്ട ചില കാര്യങ്ങളുണ്ട്. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന, മിനിസ്ട്രിയിലൊക്കെ വളരെ സജീവമായിട്ട് ജീവിക്കുന്ന ഒരു വൈദികൻ. അദ്ദേഹം ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരികയും അതോടൊപ്പം തന്നെ അദ്ദേഹം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നന്നായിട്ട് പാചകം ചെയ്യും. ഒരാഴ്ചക്കാലത്ത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഒരു ദിവസം കൊണ്ട് അദ്ദേഹം പാചകം ചെയ്ത് ബോക്സുകളിലൊക്കെ ആക്കി ഞങ്ങളോട് തന്നതിന് ശേഷം പറയും, ഫ്രിഡ്ജിലൊക്കെ വെച്ചത് സൂക്ഷിച്ചോളാൻ പറയും. അപ്പം ഞാൻ ഓർക്കുക, ഇതേ എത്ര സുന്ദരമായിട്ടാണ് ഇദ്ദേഹം പാചകം ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാചകം ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്തിനേറെ പാചകം ചെയ്ത പാത്രം പോലും കഴുകി വെക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വൈദികനോടൊപ്പം കൂടിക്കഴിഞ്ഞപ്പം കുറേ വ്യത്യാസങ്ങൾ സംഭവിച്ചു. ഇദ്ദേഹം ചെയ്യുന്ന ചില മെത്തേഡുകൾ, ഇദ്ദേഹം അത് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അത് കൊടുത്തു കഴിയുമ്പം കൂടെയുള്ള വൈദികർ അവരുടെ മനസ്സ് നിറയുമ്പം, അവരുടെ സന്തോഷം കാണുമ്പം, ഈ ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം കൂടെയുള്ളവർക്കും ഒരു വലിയൊരു സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് പാചകം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇതാണ്: നമ്മളെ ഏൽപ്പിച്ച ജോലി ആനന്ദത്തോടെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആനന്ദത്തോടെ ചെയ്യുവാനായിട്ട് സാധിക്കുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. സന്തോഷ ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇനി നമ്മോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുവാൻ, സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു തലമുണ്ട്. അതായത് ചില ജോലികൾ നമുക്ക് ലഭിക്കും, അത് ചെയ്തേ പറ്റൂ. കാരണം അത് ചെയ്യാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധ്യമല്ല. ഒരു സഹോദരി വളരെ വേദനയോടുകൂടെ പങ്കുവച്ച ഒരു കാര്യമുണ്ട്. അച്ചോ,
വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ രാജ്യത്തേക്ക് വന്നത്. ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. പുറത്തേക്ക് പോകുന്നവർ വാഹനം എടുക്കണമെങ്കിൽ ലോണ് വേണം, അത് കിട്ടുന്ന സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് പോകും. പിന്നെ താമസിക്കാൻ ഒരു വീട് വേണം, ചിലപ്പോൾ അത് വാടകയ്ക്ക് മേടിക്കും, അല്ലെങ്കിൽ 20-30 വർഷത്തെ ലോൺ തിരിച്ചടയ്ക്കാനുള്ള വ്യവസ്ഥയിൽ വീടുകൾ മേടിക്കും. അങ്ങനെയൊക്കെയാണ് ജീവിതം അവർ കുറേ പേരൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഈ സഹോദരി ഒരു നേഴ്സായിരുന്നു. വീടിന് തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഈ ജോലിയിൽ ഈ മകൾക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. കാരണം അതത്ര നിസ്സാരമായ ഒരു കാര്യമല്ലായിരുന്നു. ഈ സഹോദരി പങ്കുവച്ച ഒരു കാര്യമുണ്ട്. അച്ചോ, ഞാൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അബോർഷൻ നടത്താറുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ. അങ്ങനെ വന്നു കഴിയുമ്പം ചില ദിവസങ്ങളിൽ, ആഴ്ചയിൽ ചിലപ്പോൾ 2-3 ദിവസം ഞാനൊരു പ്രത്യേക ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് അദ്ദേഹം കുറിക്കുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനൊക്കെ ഞാൻ ഈ അമ്മമാരിൽ ഉപയോഗിക്കണം. ചിലപ്പോൾ അബോർട്ട് ചെയ്യാനായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട അവസ്ഥ, ചിലപ്പോൾ ഗുളികൾ കൊടുക്കേണ്ട അവസ്ഥ. അച്ചു, ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് പോകുമ്പം എനിക്ക് ആ രാത്രിയിൽ ഉറങ്ങാനായിട്ട് സാധ്യമല്ല. കാരണം എന്താ? ഡോക്ടർ നിർദ്ദേശിച്ചു, ഞാൻ ചെയ്തു. ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടില്ല, വീട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഭർത്താവിന് കിട്ടുന്നത് തുച്ഛമായ ഒരു വരുമാനം. എനിക്ക് മുമ്പോട്ട് പോകണം, പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. പകല് ഈ ജോലിക്ക് പോകുമ്പം മനസ്സ് മടുത്ത് മരവിച്ചാണ് പോകുന്നത്. പ്രാർത്ഥിക്കും, ദൈവമേ ഇതുപോലുള്ള ഒരു കേസും ഇനി ഹോസ്പിറ്റലിലേക്ക് വരരുതേ, എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത്. കുറേ നാളുകൾ അങ്ങനെ മുമ്പോട്ട് പോയി. ഈ സഹോദരിക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. സ്നേഹമുള്ളവരെ, എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ജോലിയും അതങ്ങ് അകലെയല്ല, ദൈവം തരും. ധൈര്യപൂർവ്വം പുതിയൊരു സ്റ്റെപ്പ് എടുത്തോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ സഹോദരി ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു. കാരണം എന്താ? ഈ ജോലി ചെയ്യുമ്പം ഈ സഹോദരിക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. പുതിയ സ്ഥലങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തുവിടാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പുതിയ സ്ഥലങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഈ സഹോദരിക്ക് ജോലി കിട്ടി. പക്ഷേ ഇവിടെ വീടിൻ്റെ അടുത്തല്ല, അവിടെ നിന്നും 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൂടുതലായിട്ട് യാത്ര ചെയ്തു പോകണം. ആ സഹോദരി പങ്കുവച്ച കാര്യമുണ്ട്. അച്ചോ, ഞാൻ നേരത്തെ പോകണം, താമസിച്ചേ വരുള്ളൂ. പിന്നെ ആഴ്ചയിൽ അവിടെ 5 ദിവസം ജോലി ചെയ്യുകയും ചെയ്യണം. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലുതെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഓരോ കാര്യങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രതിസന്ധികളെയും നേരിടുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. നമുക്കറിയാലോ, ഈ പരുന്തിന് ചില ഗുണങ്ങളുണ്ട്. നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം, അദ്ദേഹം ഒരു നല്ലൊരു ശാസ്ത്രജ്ഞനായിരുന്നു, നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ഈ പരുന്തുകളുടെ സവിശേഷതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ചകെടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ പരുന്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുള്ളി വെള്ളം ഈ പരുന്തിൻ്റെ ചിറകിൽ വീണാൽ ഭയങ്കര ഇറിറ്റേഷനാണ്, അസ്വസ്ഥതയാണ്. നമുക്കറിയാലോ, കാർമേഘം വർഷിച്ചാണ് മഴയുണ്ടാകുന്നത്. ഇനി ഈ മഴ വരുന്നതിന് മുൻപ് ഈ പരുന്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? കാർമേഘത്തിന് മുകളിലൂടെ പറക്കും. കാർമേഘത്തിന് മുകളിലൂടെ പറന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കൂടി വന്ന മഴ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 45 മണിക്കൂർ. പരുന്തിന് അനന്തവിഹായസിലൂടെ പറന്നു കിടക്കുവാൻ യാതൊരു പ്രശ്നവുമില്ല. അവനിങ്ങനെ പറന്നു കിടക്കും. അതിനുശേഷം മഴയെല്ലാം കുറയുമ്പോൾ അതിൻ്റെ ആ വലിയ മരത്തിലെ ആ ചില്ലയിൽ കൂട് കൂട്ടിയിട്ടുണ്ടാവും. അവിടെ വന്ന് അവൻ വിശ്രമിക്കും. ഇനി മറ്റൊരു കാര്യമുണ്ട്. അതായത്
വലിയ കാറ്റ്, കൊടുങ്കാറ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ചില സമയത്ത് ചില രാജ്യങ്ങളിലൊക്കെ വലിയ ഹരിക്കെയിൻ പോലെ വലിയ ശക്തിയേറിയ കൊടുങ്കാറ്റുണ്ടാവും. അവിടെ എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് ഈ പരുന്ത് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുണ്ട്. ഇവനറിയാം മസിൽ പിടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഈ കാറ്റുണ്ടാകുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് അവനിങ്ങനെ നിൽക്കും. ഇനി കാറ്റിൻ്റെ ദിശ അങ്ങോട്ടാണെങ്കിൽ ഈ കാറ്റ് ഈ പരുന്തിനെ അങ്ങോട്ട് പറത്തിക്കൊണ്ട് പോകും. അതല്ല ഈ ദിശയിലേക്കാണെങ്കിൽ കാറ്റ് ആ ദിശയിലേക്ക് പരുന്തിനെ പറത്തിക്കൊണ്ട് പോകും. ചിലപ്പോൾ കാറ്റിൻ്റെ ഗതിയും വേഗതയുമൊക്കെ അനുസരിച്ച് 8, 9, 10 കിലോമീറ്ററൊക്കെ ഈ പരുന്തിനെ ഇങ്ങനെ പറത്തിക്കൊണ്ട് പോകും. ഈ പരുന്ത് എന്ത് ചെയ്യും? കാറ്റ് ശാന്തമാകുന്ന സമയത്ത് പതുക്കെ പറന്ന് താഴ്വാരങ്ങളിൽ അഭയം തേടും. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ആഘോഷമാക്കാനുള്ള തത്രപ്പാടില്ല. പുതിയ സ്ഥലത്ത് ചെന്നു, 10, 15 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ പറന്ന് പുതിയ സ്ഥലത്ത് ചെന്നു. അവിടെ അതിനു വേണ്ട ഭക്ഷണങ്ങളൊക്കെ കണ്ടെത്തി. പിന്നെ ശാന്തമായി എന്ന് തോന്നുമ്പം, കാരണം അത് ദൈവം കൊടുത്തൊരു കഴിവാണ്, പ്രകൃതി ശാന്തമാകുന്നതും അശാന്തമാകുന്നതൊക്കെ ഈ പക്ഷികൾക്ക് മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. പ്രകൃതി ശാന്തമാണെന്ന് തോന്നുമ്പോൾ തിരിച്ച് താൻ വന്ന സ്ഥലത്തേക്ക് പറക്കുകയാണ്. അങ്ങനെ പറന്ന് ആ ചില്ലയിൽ അതിൻ്റെ കൂട്ടിലത് അഭയം തേടുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അതായത് ജീവിതത്തിൽ ഒരു ദിശയിൽ മാത്രം ചിന്തിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഒരേ ആംഗിളിൽ മാത്രം ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇനി രക്ഷപ്പെടില്ല, ഇനി യാതൊരു നിവൃത്തിയില്ല, എനിക്ക് പറ്റിയ ജീവിത പങ്കാളിയല്ല, എനിക്ക് പറ്റിയ കുടുംബമല്ല, എൻ്റെ ദൈവമേ മരുന്ന് കഴിച്ചു മടുത്തു, ഇനി ജീവിതം എങ്ങോട്ടാണ് മുമ്പോട്ട് പോകുന്നത്, എനിക്ക് പറ്റിയ അയൽപക്കക്കാരോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളോ അല്ല, എനിക്ക് പറ്റിയ ജോലിയല്ല, ഒന്നും എനിക്ക് പറ്റിയതല്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ, ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ സന്തോഷത്തെ കെടുത്തും, സ്ട്രെസ് കൂടുതലായിട്ട്, ടെൻഷൻസ് കൂടുതലായിട്ട് നമുക്ക് തരും. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഒരേ ആംഗിളിൽ ചിന്തിക്കാതെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ചിന്തിക്കണം. കാരണം അത്രമാത്രം കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ കഴിവുകളിൽ വെറും 10 അല്ലെങ്കിൽ 15% ഈ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നത്. ബാക്കി 80 തൊട്ട് 85% കഴിവുകൾ വരെ നിർജ്ജീവമായിട്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വരുമ്പം ചില വ്യക്തികളെ നോക്കിയിട്ട് നമ്മൾ പറയും, അയ്യോ വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങി ഒന്നും ചെയ്യാതൊരു പാവത്തിനെ പോലെ ഇരുന്നയാൾ എന്തേ ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ട് ജീവിതത്തെ ഇങ്ങനെ നേരിടുന്നു എന്ന് പറയുന്നില്ലേ? അതെന്താണ്? ചില സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ആക്കി തീർത്തത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുവാനായിട്ട്, വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ട് സാധിച്ചാൽ അവിടെയാണ് ജീവിതം സുന്ദരമാവുക. ഇനി ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, അച്ചോ കുറേ ജോലികളൊക്കെ ചെയ്ത് മടുത്തു, പലയിടത്തും പരീക്ഷിച്ചു, ഒന്നും അങ്ങ് ഗതി പിടിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത്? ഭയങ്കര സ്ട്രെസ്സാണ്, ടെൻഷനാണ്. വീട്ടിൽ വന്നു കഴിയുമ്പം ഒരു സമാധാനവും വീട്ടിലുള്ളവരും തരുന്നില്ല. പണ്ടേ നീ ഇങ്ങനെയാണ്, ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, ജോലി കിട്ടുമല്ലേ, ശമ്പളം എത്രയൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. അത് കഴിയുമ്പോൾ പരിഹസിച്ച് ചോദിക്കും, എത്ര നാൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് തുടരും, 1 വർഷം പൂർത്തിയാക്കുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം ഭയങ്കര വിഷമമാണ്. വീട്ടിലുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുക. എനിക്ക് എൻ്റെ ഈ ബിസിനസ്സിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടേ? പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ചില വ്യക്തികൾ ചില ജോലികളിലേക്ക് കയറുമ്പം അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി ഉണ്ടാവില്ല, കഴിവുണ്ട്, പക്ഷേ അവർക്ക് വലിയൊരു സപ്പോർട്ടില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയൊരു സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ സപ്പോർട്ടില്ലാതെ വന്നു കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും സഹായിക്കുന്നില്ല, എന്തിനാ ഞാനിതിങ്ങനെ ഏറ്റെടുത്ത്, ഭയങ്കര ദുഃഖമാണ്, ഭയങ്കര വേദനയാണ്. ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്, പട്ടം കിട്ടിയ ആദ്യകാലങ്ങളിൽ എനിക്ക് കിട്ടിയൊരു അപ്പോയിൻമെൻറ്റ്
പ്രീച്ചിങ് മിനിസ്ട്രിയിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. അതോടൊപ്പം തന്നെ കിട്ടിയൊരു അപ്പോയിൻമെൻറ്റ് ഒരു കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഏകദേശം 1500-1700 കുട്ടികൾ, 125-140 സ്റ്റാഫുള്ള ഒരു വലിയൊരു സ്ഥാപനം. ഞാൻ ഓർക്കുക, ദൈവം ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ആദ്യ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഓഫീസിലുള്ള ആദ്യ ദിവസങ്ങളെന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര പ്രയാസമുള്ള ഒരു സമയമായിരുന്നു. എല്ലാ മാസവും സ്റ്റാഫിന് സാലറി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാൽക്കുലേഷൻസും നമ്മൾ അറിയണം. ഓരോ സെഷനിൽ സഹായിക്കാനായിട്ട് സ്റ്റാഫുണ്ട്. അവരൊക്കെ സഹായിച്ച് നമ്മുടെ ടേബിളിൽ ഇതെല്ലാം കൊണ്ടുവെക്കും. ഇതിൻ്റെ കാൽക്കുലേഷൻ, ESI, PF, ടാക്സ്, ഇങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കാൽക്കുലേഷൻസൊക്കെ നടത്തും. ഇതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമാണ് സൈൻ ചെയ്ത് മുമ്പോട്ട് പോവുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയതുകൊണ്ട് അവരതൊക്കെ ചെയ്തോളും. എങ്കിൽ പോലും ആദ്യ നാളുകളിലൊക്കെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. കർത്താവേ, ഇത് ബേസിക്കായിട്ട് കുറച്ചൊക്കെ അറിയാം, ബാക്കി ഇനി എങ്ങനെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ മെയിൻ്റെനൻസ് നടക്കുന്നു, പുതിയ കെട്ടിടങ്ങൾ പണിയുന്നു, വർക്ക് ലോഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ഫയലുകളൊക്കെ ഉണ്ടായിരുന്നു ആ കോളേജിൽ. ഈ ഫയലുകളൊക്കെ ഇങ്ങനെ നോക്കി മനസ്സിലാക്കണം എന്നൊക്കെ എൻ്റെ കൂടെയുള്ള വൈദികരൊക്കെ എന്നോട് പറയുമായിരുന്നു. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഫയലുകൾ പഠിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പുതിയൊരു ട്രാൻസ്ഫോമർ മേടിക്കണം, അല്ലെങ്കിൽ ഒരു ജനറേറ്റർ മേടിക്കണം, അല്ലെങ്കിൽ പുതിയൊരു സംഭവങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യണം. പഴയ ഫയലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ എടുത്ത് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രിയിൽ ഒരു 10-10 കഴിയുമ്പം അധികമൊന്നും ഉറക്കം കിട്ടുന്നില്ല. കാരണം എന്താ, നാളെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെയും പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ഡീൽ ചെയ്യണം ചില കാര്യങ്ങൾ. എങ്ങനെ പഠിക്കും, എങ്ങനെ നമുക്ക് അറിയാതെ പറയാൻ പറ്റുമോ? അപ്പം ഞാനിങ്ങനെ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു രാത്രിയിൽ ഒരു 10-10:30 ശേഷം ഇങ്ങനെ ഓഫീസിലിരുന്ന് ഇങ്ങനെ ഫയലുകളൊക്കെ നോക്കി പഠിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ സുഹൃത്തായ ആ വൈദികൻ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു. അതോടൊപ്പം തന്നെ റിസർച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹം. ഞാനിങ്ങനെ എൻ്റെ വേദനയിലൂടെ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ബൈജു അച്ഛാ, എന്തുണ്ട് വിശേഷം? അല്പം വിഷമത്തിലാണെന്ന് എനിക്കറിയാം, വാ നമുക്ക് ഒരുമിച്ച് പോയി അല്പം ചായയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കറിയാം നാളെ ഇന്ന ടീം വരും, അതിന് വേണ്ടിയിട്ട് അച്ഛൻ ഈ ഫയലൊക്കെ പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ആ മീറ്റിങ്ങിൽ അച്ഛൻ്റെ ഒപ്പം ഞാനും ഉണ്ട്. ആദ്യം വന്ന ഒരാളുടെ വേദനയും ദുഃഖമൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ മീറ്റിങ്ങിൽ ഞാനും അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. അച്ഛന് വേദനിക്കേണ്ട, ഇന്ന് അച്ഛൻ പോയി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഒരുമിച്ച് കുർബാനയ്ക്ക് ചൊല്ലി 10-10 സമയത്ത് ഞങ്ങൾ മീറ്റിങ്ങിന് പോയി. അത് വളരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൂടെ ചുറ്റുവട്ടം ധാരാളം നമ്മളെ സഹായിക്കാൻ, സ്നേഹിക്കാൻ കരുതലുള്ള ധാരാളം വ്യക്തികളുണ്ട്. ഞാൻ ഓർക്കുകയും ചെയ്യുന്നത്, ആ കോളേജിൽ ചെന്നപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ, ആദ്യ വർഷം തന്നെ ട്രാൻസ്ഫർ ആയി പോകേണ്ട അവസ്ഥ വരുന്നു. പക്ഷേ അനേകം വർഷങ്ങൾ എനിക്ക് ആ കോളേജിലായിരിക്കുവാനായിട്ട് സാധിച്ചു. ഇത്രയേ ഉള്ളൂ. നമുക്ക് എത്ര ഡിഫിക്കൽട്ട്, ടഫ് ടൈം ഉണ്ടെങ്കിലും ആ സമയത്ത് ദൈവം നമ്മളെ സഹായിക്കാനായിട്ട് ജീവിക്കുന്ന മാലാഖമാരെ അയക്കും എന്നുള്ളത് ഉറപ്പാണ്. ധ്യാനത്തിന് ടോക്ക് എടുക്കുന്ന സമയത്ത് പറയാറുള്ള ഒരു വചനമുണ്ട്. അതായത്, പ്രത്യേകിച്ച് ഈ ബിസിനസ്സിലൊക്കെ പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഒരു പച്ചക്കൊടി കാണാൻ സാധിക്കാതെ വന്ന് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ വരാറുണ്ട്. കാരണം അവരുടെ കോൺഫിഡൻസ് ലെവലൊന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ട്, സർവോപരി ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാനായിട്ട് അവർ വരാറുണ്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെ വരുന്ന വ്യക്തികൾ, ഞാൻ വചനത്തിലൂടെ ആ വചനപ്രഘോഷണം നടത്തുന്ന സമയത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചില വചനങ്ങളൊക്കെ വെച്ച് ഞാൻ പറയാറുണ്ട്. അതിൽ പറയാറുള്ള ഒരു വചനം നമുക്കറിയാവുന്ന ഒരു വചനമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനമാണ്. നിങ്ങൾക്കറിയാം, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. ഇതാണ് വചനം. ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയോട് പറയും, നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ആ മൊമെൻറ്റിൽ ഒന്ന് പോസ് ചെയ്യുക, നിശബ്ദമാകുക, പതുക്കെ മനസ്സിൽ പറയുക,
എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ജോലി തുടരുക. എപ്പോഴൊക്കെ മനസ്സ് പുറകോട്ട് വലിക്കുന്നോ ആ സമയത്തെല്ലാം ഇങ്ങനെ വചനം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സ്നേഹമുള്ളവരെ, ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് ഈ ക്യാമ്പസിലൂടെ നടന്നു പോകുമ്പം ചില പറയും, അച്ചോ കഴിഞ്ഞ കൊല്ലം അച്ഛൻ ഈ വചനം ഉദ്ധരിച്ച് പറഞ്ഞില്ലേ, ഇതറിയാവുന്ന വചനമാണ്, പക്ഷേ അച്ഛനത് ഉദ്ധരിച്ച് പറഞ്ഞപ്പം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു, ഇന്നെനിക്ക് വലിയ സന്തോഷം കേട്ടോ. ചിലതൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് സാധ്യമല്ല എന്ന് തോന്നിയായിരുന്നു, പക്ഷേ ഇപ്പോഴതൊക്കെ ചെയ്യാനായിട്ട്, അതിനെ മറികടക്കുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ ഇപ്പം എല്ലാവരും ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് എല്ലാവരും ഉണ്ട്. അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് അച്ചോ. അതായത് പ്രത്യേകിച്ച് ഓഫീസ് സെറ്റപ്പിലൊക്കെ ആണെങ്കിൽ പുതുതായിട്ട് വരുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം കയറി വരാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ട്, കഴിവ് കുറഞ്ഞവരായിരിക്കാം, അവരെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം ഭയങ്കര സന്തോഷമാണ്, ഒരു സന്തോഷത്തിൻ്റെ അരൂപിയാണ് അവിടെ ഉണ്ടാവുക. ജോലി ചെയ്യുമ്പം അവിടെ നമുക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു, നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിന് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു, സ്ഥാപനം നന്നായിട്ട് മുമ്പോട്ട് പോകുമ്പം അവിടെ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത്രയേ ഉള്ളൂ ജീവിതം. ജീവിതം ദൈവം തന്നതാണ് പ്രിയപ്പെട്ടവരെ. ഒരേ ആംഗിളിൽ മാത്രം ചിന്തിച്ച് തീരാ ദുഃഖങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും ഇങ്ങനെ നീങ്ങിക്കൊണ്ട് വിരോധവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ എന്താ സംഭവിക്കുക? ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താം. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വചനം ചൊല്ലി പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ ആഴം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, ധ്യാനിക്കണം. പിന്നെ എന്നെ നയിക്കുന്ന, എൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വലിയൊരു ബോധ്യവും ഉണ്ടാവട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ചിലതൊക്കെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് പറ്റില്ല എന്ന് പറയുന്ന നിമിഷങ്ങളുണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറയാതിരിക്കാം. ഞങ്ങൾക്ക് കഴിവില്ല, മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ജോലി പറ്റില്ല എന്നൊക്കെ. ദൈവമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ ആ മരവിപ്പ് അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾ ശക്തിപ്പെടുവാൻ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.